ബി.ജെ.പി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. അതിനാൽ തന്നെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ബി.ജെ.പി. തിരുവനന്തപുരത്ത് ഇറക്കിയിരിക്കുന്നത്. കുമ്മനം രാജശേഖരൻ. കുമ്മനം രാജശേഖരനെ കുറിച്ചുള്ള വിവരണമാണ് ഇലക്ഷൻ ഡെസ്കിൽ. കോട്ടയം ജില്ലയിലെ കുമ്മനം എന്ന സ്ഥലത്താണ് കുമ്മനം രാജശേഖരന്റെ ജനനം. ബസേലിയസ് കോളേജിലും കോട്ടയം CMS കോളേജിലുമാണ് വിദ്യാഭ്യാസം. ബോട്ടണിയിൽ ബിരുദമെടുത്ത അദ്ദേഹം ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. 1974 കോട്ടയം ദീപികയിലാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് കേരളത്തിലെ ഒട്ടേറെ മാധ്യമങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തു. രാഷ്ട്രവാർത്ത, കേരളദേശം, കേരളഭൂഷണം, കേരളധനി എന്നീ പത്രങ്ങളിൽ അദ്ദേഹം സബ് എഡിറ്ററായിരുന്നു. 1976 കുമ്മനം രാജശേഖരൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായി സ്ഥാനമേറ്റു. 1987 സർക്കാർ സർവീസിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകനായി മാറി. ബാലസദനങ്ങളുടെ മേൽനോട്ടം, വിശ്വഹിന്ദു പരിഷത്തിന്റെയും ക്ഷേത്ര സംരക്ഷണ സമിതിയിലെയും പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. നിലയ്ക്കൽ പ്രക്ഷോഭം, ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരം എന്നീ വിഷയങ്ങളിൽ അദ്ദേഹം മുഖ്യസ്ഥാനം വഹിച്ചിരുന്നു. മുൻ ഗവർണറും ബി.ജെ.പി. കേരള സംസ്ഥാന ഘടകത്തിന്റെ മുൻ അധ്യക്ഷനുമായിരുന്നു. ഹിന്ദു ഐക്യവേദിയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ ജനറൽ സെക്രട്ടറിയും ജന്മഭൂമി ദിനപത്രത്തിന്റെ മുൻ ചെയർമാനുമായിരുന്നു. 2018 മെയ് 29 കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണറായി ചുമതലയേറ്റു. കേരള രാഷ്ട്രീയത്തിലേക്ക് തിരികെ പ്രവേശിക്കുവാനായി 2009 മാർച്ച് 8 ഗവർണർ സ്ഥാനം രാജിവെച്ചു. ഇലക്ഷൻ ഡെസ്ക്, ബിഗ് 14.